നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 ആദ്യ ദിവസം, 2026 ആദ്യ ബാലൻ ഡിയോർ പവർ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പവർ റാങ്കിങ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ വർഷമാണിത്. യെസ്, ഫൈനലിസിമ. എന്ത് ഫൈനലിസിമ? അത് വെറും ആമുഖം മാത്രമല്ലേ. അത് കഴിഞ്ഞ് വേൾഡ് കപ്പ്. യെസ്, ഈ സീസൺ എന്ന് പറയുമ്പോൾ ബാലൻ ഡിയോർ ആർക്കായിരിക്കുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒട്ടും എളുപ്പമല്ലാത്തൊരു സീസണാണ്. അവിടെയാണ് നമ്മൾ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ബാലൻ ഡിയോർ പ്രഡിക്ഷൻ നടത്തുന്നത്. പ്രഡിക്ഷൻ എന്നല്ല, പവർ റാങ്കിങ്. ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ചിട്ട് വേൾഡ് കപ്പിലെ പെർഫോമൻസിന് ഇത്തവണത്തെ ബാലൻ ഡിയോറിൽ വലിയ പ്രാധാന്യമുണ്ടാകും. 2022 നമ്മൾ കണ്ടതല്ലേ എർലിംഗ് ഹാലൻഡിന് എങ്ങനെയാ ബാലൻ ഡിയോർ കിട്ടാതെ പോയതെന്ന്. അപ്പോൾ കാരണം 2022 വേൾഡ് കപ്പിലെ മെസ്സിയുടെ പെർഫോമൻസ് അത് അത്ര മികച്ചതായിരുന്നു. അതുകൊണ്ട് പിന്നെ മറ്റെല്ലാം ആ പ്രഭയിലങ്ങ് മങ്ങിപ്പോയി. അപ്പം അതുപോലെ ഇത്തവണയും അങ്ങനെയൊക്കെ സംഭവിക്കാം. മെസ്സി ഉണ്ട്, ഒരു 9ാം ബാലൻ ഡിയോർ അദ്ദേഹം കൊണ്ടുപോയ എന്താ? ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, ഒരു 6ാം ബാലൻ ഡിയോർ അദ്ദേഹം കൊണ്ടുപോയാലെന്താ? വേൾഡ് കപ്പിൽ അവരാരെങ്കിലുമൊക്കെ കിരീടം ചൂടി അതൊക്കെ സംഭവിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഫോം മാത്രം വെച്ചിട്ട് നമ്മളൊരു പവർ റാങ്കിങ് ഉണ്ടാക്കുമ്പോൾ നിലവിൽ 10ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മൻ്റെ മൊറോക്കൻ താരം അഷ്റഫ് ഹക്കീമിയാണ്. ഇപ്പോൾ ആഫ്കോൺ കളിച്ചുകൊണ്ടിരിക്കുക. ഈ സീസണിലെ പെർഫോമൻസ് നോക്കിയാൽ യുവേഫ സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. 8 അസിസ്റ്റുകൾ അദ്ദേഹം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണമല്ലോ, 9 ക്ലീൻ ഷീറ്റുകളും ഉണ്ട്. സോ അഷ്റഫ് ഹക്കീമി 10ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് യെസ് ലയണൽ മെസ്സി, ലിയോ മെസ്സി. 38ാമത്തെ വയസ്സിലും ബാലൻ ഡിയോർ പവർ റാങ്കിങ്ങിൽ ടോപ്പ് 10 ഇടം പിടിക്കണമെങ്കിലേ സീസണിൽ ഇതുവരെ നമ്മൾ പല പവർ റാങ്കിങ് കൊടുക്കുമ്പോഴും മെസ്സി അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ മെസ്സിക്ക് ആ സ്ഥാനം വരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ചരിത്രത്തിലാദ്യമായി ഇന്റർ മയാമി MLS കപ്പിൽ മുത്തമിട്ടു. മാന്ത്രിക പ്രകടനമല്ലായിരുന്നുവോ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്? ഇനി വേൾഡ് കപ്പും ഉണ്ട്, വരട്ടെ, കാണാം. ഏതായാലും മെസ്സി 9ാം സ്ഥാനത്ത്. 9ാം ബാലൻ ഡിയോർ എങ്ങാനും കൊണ്ടുപോകുമോ? 9ാം സ്ഥാനത്ത്. ഇപ്പോൾ ഈ സീസൺ നമ്മൾ നോക്കുമ്പോൾ, സീസൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ സീസൺ നോക്കരുതേ, ബാലൻ ഡിയോർ പരിഗണിക്കുന്ന സീസൺ 22 ഗോളുകളും 19 അസിസ്റ്റുകളും MLS കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. പിന്നെ 8ാം സ്ഥാനത്ത് ലൂയിസ് ഡയസ് ആണ്. ബയൺ മ്യൂണിക്കിൽ പോയിട്ട് എന്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തുടരുകയാണ്. 15 ഗോളുകൾ 9 അസിസ്റ്റും ഉണ്ട്. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. 7ാം സ്ഥാനത്ത് മൈക്കൽ ഒലീസെ, ബയൺ മ്യൂണിക്കിൽ മറ്റൊരു മിന്നും പ്രകടനം നടത്തുന്ന താരം. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട്. ഗോളുണ്ട്, അസിസ്റ്റും ഉണ്ട്. 12 ഗോൾ 15 അസിസ്റ്റ്, പൊളിച്ചെടുക്കുകയാണ്. ദെൻ 6ാം സ്ഥാനത്ത് വിറ്റീഞ്ഞ. ഫുട്ബോൾ ലോകത്ത് ഇന്നുള്ള ഏറ്റവും മികച്ച മധ്യനിര താരം ആരെന്ന് ചോദിച്ചാൽ വിറ്റീഞ്ഞ എന്ന് ഉത്തരം പറയുന്നവരായിരിക്കും അധികവും. വിറ്റീഞ്ഞയ്ക്ക് എതിരാളികൾ വേറെയുണ്ട്, അത് നമുക്ക് വേറെ പറയണം. പക്ഷെ വിറ്റീഞ്ഞ തീർച്ചയായിട്ടും ഇത്തവണത്തെ ബാലൻ ഡിയോർ പവർ റാങ്കിങ്ങിൽ വലിയ പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. യുവേഫ സൂപ്പർ കപ്പിലും ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും ഓൾറെഡി മുത്തമിട്ടിട്ടുമുണ്ട്. 5ാം സ്ഥാനത്ത് ഡെക്ലൻ റൈസ്, ആഴ്സണലിൻ്റെ താരം ഡെക്ലൻ റൈസ്. മികച്ച പ്രകടനമല്ലേ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന. അസിസ്റ്റുകൾ 8 അസിസ്റ്റുകൾ ഓൾറെഡി ഉണ്ട്, ഗോളുകളുണ്ട്. സോ 5ാം സ്ഥാനത്ത് ഡെക്ലൻ റൈസ് വരുമ്പോൾ 4ാം സ്ഥാനത്ത് ലാമിനെ യമാൽ, FC ബാഴ്സലോണയുടെ സൂപ്പർ താരം. സീസണിലെ ഇടക്കൊന്ന് മങ്ങിപ്പോയി, എന്നാൽ അതിലും ഗംഭീരമായിട്ട് തൻ്റെ പെർഫോമൻസ് അവൻ തിരികെ പിടിച്ചിട്ടുമുണ്ട്. ഗോളും അസിസ്റ്റും ഒക്കെ നിർബാധം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 10 ഗോളുകളും 14 അസിസ്റ്റുകളും സീസണിൽ ഓൾറെഡി ഉണ്ട്. കിലിയൻ എംബാപ്പെ 2025 എന്ന വർഷത്തിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ച താരം. 2026 ബാലൻ ഡിയോറിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നവരിൽ ഒരാൾ. ഈ സീസണിലെ മാത്രം പ്രകടനം നോക്കിയ 34 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. പൊളിച്ചെടുക്കുകയാണ് എംബാപ്പെ. വേൾഡ് കപ്പിൽ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് പോലൊരു പെർഫോമൻസ് അവൻ നടത്തിയ ഫൈനൽ ഹാട്രിക് ആണേ കഴിഞ്ഞ തവണ. 2018 അവൻ കപ്പെടുത്തിട്ടുണ്ടേ. അതുപോലൊരു പ്രകടനം വീണ്ടും ആവർത്തിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി കപ്പും കൊണ്ട് ദിദിയ ദശാമിൻ്റെ സംഘം നോർത്ത് അമേരിക്കയിൽ നിന്ന് മടങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല.
വേൾഡ് കപ്പിലെ പെർഫോമൻസിന് പ്രാധാന്യമുണ്ടെന്ന് പറയുമ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കളിക്കാരൻ എംബാപ്പെ തന്നെയാണ്. എംബാപ്പെ 3-ാം സ്ഥാനത്ത് വരുമ്പോൾ 2-ാം സ്ഥാനത്ത് എർലിംഗ് ഹാലൻഡ്. ഗോൾ മെഷീൻ അല്ലേ, ഗോൾ മെഷീൻ. എങ്ങനെ അവനെ തടയുമെന്നറിയാതെ അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ് ഫുട്ബോളിലും ഡിഫൻഡർമാർ ആകെ വലഞ്ഞിരിക്കുകയാണ്. 38 ഗോളുകളും 6 അസിസ്റ്റും ഈ സീസണിൽ ഓൾറെഡി. ഒന്നാമതിപ്പോൾ ഹാരി കെയ്നാണ്. ഹാരി കെയ്നെ 2025 ഒരു വല്ലാത്ത വർഷമാണ്. ആ കിരീട ഡ്രൗട്ടൊക്കെ അവസാനിപ്പിച്ചല്ലോ. ഇനിയിപ്പോൾ ബാലൻഡിയോറൊക്കെ സ്വപ്നം കാണാം. 2025-26 ഈ സീസണിൽ 35 ഗോളുകളും 3 അസിസ്റ്റുകളും. DFL സൂപ്പർ കപ്പിൽ മുത്തമിട്ടിട്ടുമുണ്ട്. ഇംഗ്ലണ്ടിനൊപ്പം വേൾഡ് കപ്പിൽ എന്ത് മായാജാലം ഹാരി കെയ്ൻ കാണിക്കുമെന്നുള്ളത് കണ്ടത്. ഇംഗ്ലണ്ട് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതങ്ങനെയാണ്. ഏതായാലും ഇതാണ് 2026 ആദ്യത്തെ ബാലൻഡിയോർ പവർ റാങ്കിങ്. 1 ഹാരി കെയ്ൻ, 2 എർലിംഗ് ഹാലൻഡ്, 3 കിലിയൻ എംബാപ്പെ, 4 ലാമിനെ യമാൽ, 5 ഡെക്ലാൻ റൈസ്, 6 വിറ്റീഞ്ഞ, 7 മൈക്കൽ ഒലീസെ, 8 ലൂയിസ് ഡയസ്, 9 ലയണൽ മെസ്സി, 10 അഷ്റഫ് ഹക്കീമി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.